മായം ചേർത്തുകൊണ്ട് നമുക്കൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനോ അത് ഡെവലപ്പ് ചെയ്യാനോ കഴിയില്ല. ആളുകളെ വിഡ്ഢികളാക്കുക എന്ന് പറയുന്നത് അത് സാധ്യമല്ല. ദുബായിൽ ആദ്യമായിട്ട് തുടങ്ങാൻ പറ്റിയ ഒരു ഫുഡ് ബ്രാൻഡ്, ഒപ്പം തന്നെ നമുക്ക് ആദ്യമായിട്ട് നമ്മളൊരു ഫാക്ടറി ദുബായിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. മോർ ദാൻ 500 പ്രോഡക്ട്സ് ഉണ്ട്. എല്ലാം ഫുഡ് പ്രോഡക്ട്സ്. അതെ, ഫുഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ട്. ഫാമിലി ബിസിനസ്സിലോട്ട് കടന്നു വരുന്നതിന്റെ ഗുണം, ആദ്യം പ്രൊഫഷണലി എവിടെയെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്ത് ഇതിന് ശേഷം പിന്നെ നമ്മളെ ബിസിനസ്സിലോട്ട് വരികയാണെങ്കിൽ അത് കുറേയും കൂടെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സമയത്ത് ഈ ചെമ്പാപുട്ട് ആളുകൾ നല്ല രീതിയിൽ കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സോഷ്യൽ മീഡിയന്റെ ഈ അതിപ്രസരം വന്നപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടാണ് ഈ ചെമ്പാപുട്ടിന്റെ ഒരു ഡിമാൻഡ് വളരെയധികം കുറഞ്ഞത്. ഗൾഫ് പ്രവാസികൾക്ക് നെല്ലറ എന്നത് ഒരു ബിസിനസ് ബ്രാൻഡ് അല്ല, മാതൃനാടിന്റെ രുചിയാണ്, ഒരു നൊസ്റ്റാൾജിയാണ്. പ്രവാസികളുടെ ആ വൈകാരികമായ വിശ്വാസത്തിന്റെ കരുത്തിൽ ഇന്ന് 20-ലധികം രാജ്യങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച എംപയറാണ് നെല്ലറ ഗ്രൂപ്പും RF കമ്പനിയും. ഈ ആഗോള ബിസിനസ് ഗ്രൂപ്പിന്റെ അമരക്കാരൻ, ഡയറക്ടറും സിഇഒയുമായ MK ഫസലുർ റഹ്മാനാണ് ഇന്ന് നമുക്കിപ്പോൾ ഉള്ളത്. നമസ്കാരം. 2015 അച്ഛന്റെ കമ്പനിയിൽ സാധാരണ ഒരു ജീവനക്കാരനായിട്ട് തുടക്കം, 2018 CEO. ആ ഒരു 13 വർഷത്തെ സമയമാണ് ഗ്രൗണ്ടിൽ നിന്നിട്ട് വർക്കുകൾ കണ്ടു പഠിച്ച് പിന്നീട് ഇപ്പോൾ വലിയ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് താങ്കളെ സഹായിക്കുന്നത്. ആ ജേർണിയെ കുറിച്ചൊന്ന് പറയാമോ? 2005 കോളേജിൽ നിന്ന് നേരെ വരുമായിരുന്നു. അന്ന് പിന്നെ വലിയ സംവിധാനങ്ങളൊന്നുമല്ല, വളരെ ചെറിയ രൂപത്തിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാം എല്ലാവരും ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഡിപ്പാർട്ട്മെന്റുകളോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സോ അങ്ങനെയൊന്നുമില്ല. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. സ്റ്റാഫിന്റെ വിസ എടുക്കാനും പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാനും അങ്ങനെ എല്ലാത്തിനും കൂടി കൊടുത്ത് അങ്ങനെ ഉണ്ടല്ലോ, പാക്ക് ചെയ്യാനും എല്ലായിടത്തും നിന്ന് അങ്ങനെ പഠിച്ചു വന്നൊരു ശീലമാണ്. പിന്നെ ഉപ്പാക്കും അങ്ങനെയാണ് ഇഷ്ടം. നമ്മളിങ്ങനെ ഒരു പ്രിവിലേജ് എടുത്ത് പോകുന്നതിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ചെറുതൊട്ട് തന്നെ നമ്മളെല്ലാം ശീലിച്ച ഒരു ശീലം എന്ന് പറയുന്നത് വീട്ടിലും എല്ലാ കാര്യങ്ങളും ചെയ്ത് അങ്ങനെയാണ്. കൃഷിയും ഒക്കെ ആയിരുന്നു എൻ്റെ ഒരു പാഷൻ. ശരിക്കും പറഞ്ഞാൽ വീട്ടില് പശുക്കളും പിന്നെ പാടത്ത് കൃഷിയും പിന്നെ തെങ്ങും പറമ്പ് കമ്പ് അങ്ങനെയൊക്കെയുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും നമ്മളെല്ലാം ചെയ്തിരുന്ന അങ്ങനെയാണ് വളർന്നു വന്നത്. അപ്പോൾ അവിടെ പോയപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ്, എല്ലാ സ്റ്റാഫിന്റെ കൂടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യും. നെല്ലറയുടെ ഒരു ബ്രാൻഡ് ഓണറാണ് എന്നുള്ളൊരു ഭാവമൊന്നും ആദ്യം തൊട്ടേ കാണിക്കാൻ പറ്റിയിട്ടില്ല. നേരെ ഒരു സ്റ്റാഫായിട്ട് അങ്ങ് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ നെല്ലറ ഒരു വലിയ ബ്രാൻഡായിട്ടൊന്നുമില്ല. അന്നുകൊണ്ട് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 2004 ലാസ്റ്റ് ഒരു നവംബറിലൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻ്റെ അമ്മാവൻ ഷംസുക്ക് ഉണ്ട്. അപ്പോൾ മാമനാണ് ഈ ഒരു പേരും ഈ ഒരു കോൺസെപ്റ്റും അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് അദ്ദേഹമാണ്. നമ്മുടെ ബിസിനസ്സിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ അന്ന് ഇത് വലിയൊരു ബ്രാൻഡൊന്നും അല്ല, ജസ്റ്റ് ഒരു 2 വണ്ടി ഉണ്ടായിരുന്നു. ഒരു ഹയാസ്, ടൊയോട്ടന്റെ ഹയാസ് വെഹിക്കിൾ 2 ഉണ്ടായിരുന്നു. ചെറിയ വളരെ കുറഞ്ഞ സെയിൽ അന്ന് ഈ ഒരു ബ്രാൻഡിൽ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് മേജർ ബിസിനസ് നടന്നിരുന്നത് റോസ് ഫ്ലവർ എന്നൊരു ബ്രാൻഡ് ഉപ്പ 86 സ്റ്റാർട്ട് ചെയ്തൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. അന്ന് അതായിരുന്നു കുറെ കൂടെ പോപ്പുലർ ആയിട്ടുണ്ടായിരുന്ന ദുബായ് മാർക്കറ്റിൽ. അങ്ങനെ വലിയൊരു അഡ്വർടൈസ്മെന്റ് ഒന്നും കൊടുത്ത് അങ്ങനെയല്ല, അല്ലാതെ തന്നെ അത്യാവശ്യം നല്ല ബിസിനസ് നമ്മൾ ചെയ്തിരുന്നത് ആ ഒരു ബ്രാൻഡിലായിരുന്നു. പിന്നെ അതിന്റെ ഒരു എന്താ പറയാ, നമ്മൾ റെസിപ്പി പൗഡേഴ്സും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നമ്മൾ കേരളത്തിൽ പല ബ്രാൻഡുകളൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനൊരു ഐഡിയ തോന്നി. മാമൻക്കാണ് അങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. നമുക്ക് കുറെ കൂടി റെസിപ്പി ഓറിയന്റഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതിലോട്ട് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നപ്പോൾ നമ്മളത് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നെല്ലറ എന്ന് പറയുന്ന ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് ഇത് ഒരു ബ്രാൻഡ് ആയിട്ടില്ല. പിന്നെ ഗ്രാജുവലി നമുക്ക് അത് ഭയങ്കരമായിട്ടൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ. താങ്കളും കൂടെ ചെന്ന ശേഷമാണ് ഈ ബ്രാൻഡ് ഈ രൂപത്തിലേക്ക് വരുന്നത്. ആദ്യത്തെ പ്രൊഡക്ട്സ് ഒക്കെ എന്തായിരുന്നു? ആദ്യത്തെ പ്രോഡക്ട്സ് നമ്മൾ നെല്ലറ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കറി പൗഡേഴ്സും ബ്രേക്ക്ഫാസ്റ്റ് പൗഡേഴ്സും ഒക്കെയാണ് നമ്മൾ തുടങ്ങിയത്.
അതാണ് ആദ്യത്തെ പ്രോഡക്ട്സ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കുറെ അധികം കാറ്റഗറി ഡെവലപ്പ് ചെയ്തു. ഇപ്പൊ എത്ര പ്രൊഡക്ട്സ് ഉണ്ട് നമ്മുടെ? ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു മോർ ദാൻ 500 പ്രോഡക്ട്സ് ഉണ്ട്. ഫുഡ് പ്രൊഡക്ട്സ് മാത്രം? എല്ലാം ഫുഡ് പ്രോഡക്ട്സ്. അതെ. ഇത്രയധികം പ്രൊഡക്ട്സ് എങ്ങനെയാണ് നമ്മൾ ഇതിലേക്കൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്യുക, അതിലൊക്കെ ഒരു ക്വാളിറ്റി കൊണ്ടുവരികയും ചെയ്യുന്നത്? ഇത് നമ്മൾ ഒരു ദിവസവും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതല്ലല്ലോ, നമ്മളിങ്ങനെ ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതല്ലേ. ഓരോ സമയം അനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ കാറ്റഗറി ഡെവലപ്പ് ചെയ്ത് ഇപ്പോ ശരിക്ക് 42 years ആയി മൊത്തത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 500 കുറവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 500ഓളം പ്രോഡക്ട്സ് ഉണ്ടോ എന്നുള്ളതാണ് സംശയം. ഇത്രയും സാധനങ്ങൾ വരുന്നത് എങ്ങനെയായിരുന്നു? ഓരോ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ് എങ്ങനെയാണ്? നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റിലേക്ക് എത്തുന്നത്? ട്രേഡ് മാർക്കറ്റിംഗ് ടീം ഉണ്ട് നമുക്ക്. അത് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അവരാണ് നമുക്ക് ഇന്ന പ്രോഡക്റ്റ് ഇറക്കിയാൽ ബെറ്റർ ആയിരിക്കും എന്നുള്ള ഒരു സജഷൻ പറയുക. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ R&D ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അത് നമുക്ക് വളരെ സ്ട്രോങ് ആണ്. അങ്ങനെയാണ് നമ്മൾ ഓരോന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ അവിടെ ചെന്ന് നമ്മൾ ഷെഫുമാരൊക്കെ വെച്ചിട്ട് അത് ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഭയങ്കര രസകരമായ രീതിയിലാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുക. മെയിൻ സ്റ്റാഫും എല്ലാവരും അവിടെ ചെന്ന് ഒക്കെ കുക്ക് ചെയ്ത് കഴിച്ച് ഓരോന്നും ടേസ്റ്റ് ഒക്കെ നോക്കി. പിന്നെ ഓഫീസിലും അതിനുള്ള സൗകര്യങ്ങളുണ്ട്. R&D ഡിപ്പാർട്ട്മെന്റിന് കിച്ചണും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ റെസ്റ്റോറന്റ് ദുബായിൽ തൊട്ടടുത്ത ഓഫീസിന്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അവിടുത്തെ ഷെഫുമാരൊക്കെ യൂസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. കൂടുതലും മലയാളികളാണോ നമ്മുടെ സ്റ്റാഫ് ഒക്കെ വരുന്നത്? അതെ അതെ. അപ്പൊ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിൽ എടുക്കുമല്ലേ? അതെ, കൂടുതലും മലയാളികളാണ്. പക്ഷെ എല്ലാവരും ഉണ്ട്. നമുക്ക് എല്ലാ റീജിയണിൽ നിന്നുള്ള ആളുകളുണ്ട് സ്റ്റാഫായിട്ട്. സാധാരണ ഒരു മലയാളി ബ്രാൻഡ് എന്ന് പറയുമ്പോഴേക്കേ കേരളത്തിൽ തുടങ്ങി പിന്നെ അതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കാണാറ്. RF കമ്പനി നേരെ തിരിച്ചാ, റിവേഴ്സ് ആണ്. അങ്ങനെ ഒരു റിവേഴ്സ് സ്ട്രാറ്റജിയുടെ ഒരു കാരണം എന്തായിരുന്നു? അത് നമുക്ക് ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം ദുബായില് ആദ്യമായിട്ട് തുടങ്ങാൻ പറ്റിയ ഒരു ഫുഡ് ബ്രാൻഡ്, ഒപ്പം തന്നെ നമുക്ക് ആദ്യമായിട്ട് നമ്മളൊരു ഫാക്ടറി ദുബായിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഇത് രണ്ടും നമുക്ക് അവകാശപ്പെടാൻ കഴിയും. ആദ്യത്തെ മലയാളികളുടെ ആദ്യത്തെ ഒരു ഫാക്ടറി എന്ന് പറയുന്നത് നമ്മളാണ്. ഫാക്ടറി ഈ നമ്മുടെ ഫുഡ് പ്രോഡക്ട്സിന്റെ റെസിപ്പി ഓറിയന്റഡ് ആയിട്ടുള്ള ബ്രാൻഡിന്റെ ഒരു ഫാക്ടറി എന്ന് പറഞ്ഞാൽ നമ്മളാണ് ആദ്യത്തെ. പിന്നെ അതിന് ശേഷം പലരും ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരു മേജർ ബ്രാൻഡ് നമ്മൾ തന്നെയാണ്. പിന്നെ അതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ നമ്മുടെ ബേസ് ദുബായ് ആണല്ലോ. 84 സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പൊ 42 years ആയി. അപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത്തരം ഐഡിയകൾ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും നമുക്ക് പറ്റിയ നമ്മളുടെ ബേസ് എവിടെ, അവിടെയാണല്ലോ നമുക്ക് ഫസ്റ്റ് എന്തും ലോഞ്ച് ചെയ്യാൻ എളുപ്പം അതാണല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചാണ്. നമ്മള് നെല്ലറ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ശേഷം വേറെയും കുറെ ബ്രാൻഡുകളും വേറെയും കുറെ കാറ്റഗറിയും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എപ്പോഴും എളുപ്പം നമ്മളുടെ ബേസിൽ നിന്നുകൊണ്ട് ചെയ്യാനാണ് നമുക്ക് എളുപ്പം. പിന്നെ അത് വൺസ് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത നെക്സ്റ്റ് റീജിയനിലോട്ട് പോകാൻ പറ്റും, കൺട്രീസിലോട്ട് പോകാൻ പറ്റും. ഫാദറാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ? അതെ അതെ. അന്ന് ഫാദർ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടാണ് ഇങ്ങനൊരു ബിസിനസ്സിലേക്ക് കടക്കാൻ? അതായത് അന്നത്തെ കാലത്ത് ദുബായിൽ ഒരു ബിസിനസ് തുടങ്ങാന്ന് പറയുന്നത് അത്ര കോമൺ ആയിരുന്നില്ലല്ലോ. അതെങ്ങനെയാണ് സംഭവിച്ചത്? നമ്മളൊരു കർഷക കുടുംബമാണ് ബേസിക്കലി. ഉപ്പാക്കും കൃഷിയോടൊക്കെ ഭയങ്കര താല്പര്യം. ഉപ്പ വളർന്നതൊക്കെ അങ്ങനെയാണ്. നമ്മളെ വല്യപ്പ അവരൊക്കെ കൃഷിയിൽ ഭയങ്കര പാഷനായിരുന്നു. അപ്പൊ അവിടുന്ന് പിന്നെ അന്നത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. 79 ഉപ്പ ദുബായിലോട്ട് പോകുന്നത്. പോയി അവിടെ ജോലി ഒക്കെ നോക്കി. പിന്നെ അറബിക് ലാംഗ്വേജ് ഒക്കെ പഠിച്ചു. അബുദാബിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ലാംഗ്വേജ് ഒക്കെ പഠിച്ചു. പിന്നെ അവിടുന്ന് അബുദാബിന്ന് പിന്നെ ദുബായിലോട്ട് മാറി. പിന്നെ വേറെ ഒരു ഗവൺമെന്റ് ജോലി ഒരു സുഹൃത്തിന്റെ കെയർ ഓഫിൽ കുറെ ശ്രമിച്ചു. പക്ഷെ അത് കിട്ടിയില്ല. ഉപ്പാന്റെ കൂടെയുള്ളവർക്ക് കിട്ടി, ഉപ്പാക്ക് മാത്രം കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഇനി എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ വന്നപ്പോഴാണ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നു. പിന്നെ അതിന്റെ ഒരു ലോക്കൽ സ്പോൺസറായിട്ട് ഭയങ്കര അടുപ്പുണ്ടായിരുന്നു. ലാംഗ്വേജ് ഒക്കെ അറിയുന്നതുകൊണ്ട് അങ്ങനെ കുറെ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആണ് അവിടെ ദുബായിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോയതൊന്നുമല്ല. അങ്ങനെ ചാൻസ് ഒത്തു വന്നു.
ചെയ്തു. അങ്ങനെയാണ് ഉപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അന്നത്തെ സമയം അങ്ങനെയാണല്ലോ. അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് താങ്കൾ ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ട് ചെല്ലുന്നത് അല്ലേ? ഞാൻ പിന്നെ അവിടുന്ന് ഒരു 20 yearsന്റെ ശേഷമാണ് ഉപ്പ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് ഏകദേശം ക്ലച്ച് പിടിച്ചതിന്റെ ശേഷമാണ് ഞാൻ പോകുന്നത്. 2005 എന്ന് പറയുമ്പോൾ 20 yearsന്റെ ശേഷമല്ലേ. അപ്പൊ അത് അദ്ദേഹം 20 വർഷത്തോളം വളർത്തിക്കൊണ്ടുവന്നൊരു ബ്രാൻഡാ. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ അടുത്ത തലമുറയൊക്കെ അതിലേക്ക് ചെല്ലുമ്പോഴേക്കും എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു സ്വീകരണം? എങ്ങനെയായിരുന്നു? നമ്മുടെ ഐഡിയാസിനൊക്കെ അവിടെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നോ? അതോ എല്ലാത്തും കുറച്ചാൾ നീ കണ്ടുപിടിക്കുക അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നോ? 86-ലാണ് നമ്മൾ ആദ്യം റോസ് ഫ്ലോർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ആ സമയത്ത് ഉപ്പാന്റെ കസിൻ ഉണ്ട്, ഉണ്ണിക്ക ഞങ്ങൾ വിളിക്കും, അബ്ദുള്ള എന്നാണ് പേര്. അപ്പൊ അദ്ദേഹത്തെ ഉപ്പ കൊണ്ടുവന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വലിയൊരു സപ്പോർട്ട് ആ സമയത്തൊക്കെ. പിന്നെ ഉപ്പാന്റെ ഫസ്റ്റ് കസിനാണ്. അപ്പോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഉപ്പാന്റെ കുറെ റിലേറ്റീവ്സിനൊക്കെ ഉപ്പ അതുപോലെ കൊണ്ടുവന്നിട്ട് കൂടെ നിർത്തി. പിന്നെ 92-ല് എൻ്റെ പിന്നെ മാമൻ ഷംസുക്ക എന്നാണ് പേര്, ഷംസുദ്ദീൻ എന്നാണ് പേര്, ഷംസുക്ക എന്ന് വിളിക്കും. അവൻ മാമനെ കൊണ്ടുവന്നു. പിന്നെ മാമനും കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ അതൊരു ഭയങ്കര സപ്പോർട്ടായി. പിന്നെ ഞാൻ അവിടെ പോകുന്നത് 2005. അതിന് മുന്നേ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ വിസിറ്റിങ്ങിനൊക്കെ പോകാറുണ്ട്, വിസിറ്റിംഗ് വിസയിലൊക്കെ അങ്ങനെ പോകാറുണ്ട്. പിന്നെ 2005-ലാണ് ഞാൻ പിന്നെ ഒരു ജോലി എന്നുള്ള രൂപത്തിൽ പോകുന്നത്. ആ സമയത്ത് പിന്നെ വലിയ സംഭവങ്ങളൊന്നുമില്ല, ഒക്കെ ഒരു നാടൻ രീതിയിലുള്ള കാര്യങ്ങളാണ്. അല്ലാതെ നമുക്കിപ്പോ അവിടെ പോയിട്ട് ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്യണ്ട അങ്ങനെ ഒന്നുമില്ല. നമ്മള് ഇങ്ങനെ എല്ലാം മാമനുണ്ട്. പിന്നെ അങ്ങനെ ഒരു വലിയൊരു ഡെവലപ്പ് ചെയ്തൊരു സിറ്റുവേഷൻ ഒന്നും ആയിരുന്നില്ല. പിന്നെ നമ്മൾ ഐഡിയയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്തിങ്ങനെ വന്നതാണ്. പിന്നെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, എല്ലാവരും കുറെ കുടുംബങ്ങളായിട്ടും പിന്നെ കുറെ വർഷങ്ങളായിട്ട് ഉപ്പാന്റെ ഒക്കെ കൂടെ ജോലി ചെയ്തിരുന്ന കുറെ സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു. RF കമ്പനിയുടെ ബ്രാൻഡിലെല്ലാം തന്നെ ഫുഡ് പ്രൊഡക്ട്സ് ആണ്. വൈ? നമ്മള് ഒരു ഫുഡ് ബ്രാൻഡ് ആണല്ലോ. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പിന്നെ ഫുഡ് മാനുഫാക്ചറിങ് ബിസിനസ് ആണ്. 84-ൽ തുടങ്ങിയത് തന്നെ അതാണ്. പിന്നെ നമുക്ക് അറിയുന്ന പണി എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ അറിയാത്ത കുറെ എണ്ണത്തിലേക്ക് പോകുന്നതിനേക്കാളും നമുക്ക് അറിയുന്നതിൽ തന്നെ നമുക്ക് ഇനിയും കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, ഡെവലപ്മെന്റ്സ് ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ട് നമ്മൾ വേറെ ഒന്നിലോട്ട് അങ്ങനെ ഫോക്കസ് മാറിയിട്ടില്ല. എന്നാൽ നമ്മൾ കുറെ കാറ്റഗറി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം കുറച്ച് ബ്രാൻഡ്സ്, ഫുഡിൽ തന്നെ കുറച്ച് ബ്രാൻഡ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ കോഫി ഷോപ്പ്, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒക്കെ ഫുഡിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. താങ്കൾ ചെന്ന ശേഷമാണ് ഈ ഡൈവേഴ്സിഫിക്കേഷൻ വന്നതല്ലേ? അതെ. പ്രൊഡക്ട്സ് മാറിയിട്ട് ഹോട്ടൽസ് അങ്ങനെയൊക്കെ വന്നത് അല്ലേ? ആ ഒരു തീരുമാനം എന്തായിരുന്നു? കാരണം ഇതിൽ തന്നെ നിൽക്കാതെ എങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് വെർട്ടിക്കൽസും കൂടെ നോക്കാൻ തോന്നാൻ കാരണം എന്താ? അത് ഓരോ സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് നമ്മുടെ ബ്രാൻഡില് ഒരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോൾ സാധാരണ ഒരു റെസ്റ്റോറന്റ് തുടങ്ങുന്ന മാതിരി അല്ലല്ലോ. അതിന് ക്വാളിറ്റി എലമെന്റ്സ് ഉണ്ട്, കുറച്ച് പിന്നെ കാര്യങ്ങൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് ചെയ്യാന്നുള്ളതാണ്. ക്വാളിറ്റിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്. അപ്പൊ അതിന് സാധ്യത അവിടെ നമുക്ക് കണ്ടു. ഒരു ബ്രാൻഡിന്, ഒരു റെസ്റ്റോറന്റ് ബ്രാൻഡിന് ഒരു സാധ്യത ഉണ്ട്. ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അത് ക്വാളിറ്റി, മറ്റുള്ള പിന്നെ സർവീസിന്റെ ക്വാളിറ്റി, ഇങ്ങനെ കുറെ സംഗതികളുണ്ട്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മളൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാണ് ചെയ്തത് റെസ്റ്റോറൻറ്റിൽ. അതെ, ഈ റെസ്റ്റോറന്റിലൊക്കെ നമ്മുടെ തന്നെ ഉൽപ്പന്നങ്ങൾ 500 ഉൽപ്പന്നങ്ങളുള്ളതുകൊണ്ട് നമ്മുടെ തന്നെ ഉപയോഗിച്ച് അതും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മളുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അങ്ങനെ കുറെ സംഗതികൾ ഉള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാം എന്ന് തോന്നി, അങ്ങനെ ചെയ്തു. അപ്പൊ RF കമ്പനി എന്ത് തുടങ്ങിയാലും അത് ആദ്യം തുടങ്ങുന്നത് UAE-ലാണ്. പക്ഷെ നെൽസ്കഫെ തുടങ്ങിയപ്പോൾ ഇവിടെയാണ് തുടങ്ങിയത്, ചങ്ങരംകുളത്ത് അല്ലേ? അതെ. അതെന്തായിരുന്നു ഇങ്ങോട്ട് വരാനുള്ളത് കാരണം? നമ്മൾ നെൽസ്കഫെ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അത് നാട്ടിൽ നമുക്കൊരു കോഫി ഷോപ്പിന്റെ ഒരു പിന്നെ ചെയിൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം തോന്നി. പിന്നെ അതിൽ കോഫി പൗഡർ, പിന്നെ അതിന്റെ ഒരു മാനുഫാക്ചറിങ്ങും, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അതിനകത്ത്. ഒരു ഷോപ്പ് മാത്രമല്ല. അപ്പോൾ അതിന്റെ നമ്മുടെ ഓൺ ബ്രാൻഡിൽ അതെ, കോഫി പൗഡറും കോഫി ഷോപ്പും, പിന്നെ അതിനോട് ചേർന്നൊരു പ്രൊഡക്ഷൻ, പിന്നെ എന്താ പറയാ ബ്രെഡ്, ബണ്ണ്, ഇങ്ങനെയൊക്കെയുള്ള കോഫി ഷോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ കാറ്റഗറിയുടെ പ്രൊഡക്ഷൻ, ഇങ്ങനെ കൂടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണത്. അപ്പോൾ ഒരു കിച്ചൺ
പ്ലസ് ഒരു പിന്നെ മോർ ദാൻ 5 ഔട്ട്ലെറ്റ്സ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു മോഡൽ അങ്ങനെയാണ്. അപ്പൊ പതുക്കെ അത് നിലവില് നമുക്ക് 5 ഔട്ട്ലെറ്റ്സ് ഉണ്ടോ അതിനെ? നമുക്കിപ്പോ എടപ്പാളുണ്ട്. എടപ്പാളിന്റെ അടുത്ത് ചങ്ങരംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് കോഫി ഷോപ്പും പ്രൊഡക്ഷൻ അതിന്റെ ഒരു പിന്നെ തൊട്ടടുത്തല്ല, കുറച്ച് മാറിയിട്ട് ഒരു പ്രൊഡക്ഷനും കൂടെ വന്നു. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ സെയിൽ നടക്കും. പിന്നെ ഒരു ഔട്ട്ലെറ്റ് എന്നുള്ള ഒരു കോഫി ഷോപ്പ് പോലെ ആയിരിക്കില്ല, ടിപ്പിക്കൽ പ്രൊഡക്ഷൻ കൗണ്ടർ സെയിലും കൂടെ ഉണ്ടാവും ആ രൂപത്തിൽ. അപ്പൊ ഇനി അത് അടുത്ത ഒരു ഔട്ട്ലെറ്റിന് ഇപ്പൊ ഇങ്ങനെ അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര ഔട്ട്ലെറ്റുകളാണ് അതിൽ പ്ലാൻ ചെയ്യുന്നത് മൊത്തം ടോട്ടൽ? ഇല്ല, അതൊരു ഫ്രാഞ്ചൈസി കോൺസെപ്റ്റും കൂടിയാണത്. നമുക്ക് പറ്റുന്നിടത്തോളം നമ്മളും സ്വന്തമായിട്ട് ഔട്ട്ലെറ്റുകൾ തുടങ്ങും. അത് കൂടാതെ ഫ്രാഞ്ചൈസിയും കൂടെ കൊടുക്കുക. രണ്ടും ബാക്കി ജില്ലകളിലേക്കൊക്കെ ഫ്രാഞ്ചൈസി നോക്കുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും ആ ഫ്രാഞ്ചൈസി മോഡൽ എങ്ങനെയായിരിക്കും ബാക്കിയാ? അത് നമുക്കൊരു ടീമുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ അപ്ലിക്കേഷൻ എടുത്ത് അവരുടെ ഒരു കപ്പാസിറ്റിയും കൂടെ നോക്കി അവർക്ക് ഏത് മോഡൽ, ഇതിൽ 2-3 മോഡൽസ് വരുന്നുണ്ട്. ഇതിന് ഒരു വലുതും വരുന്നുണ്ട്, ചെറിയ ഔട്ട്ലെറ്റുകളും വരുന്നുണ്ട്. അപ്പോൾ അത് അവരുമായിട്ട് അവരുടെ ഒരു താല്പര്യം കൂടെ ഡിസ്കസ് ചെയ്തതിന് ശേഷം അതിനൊരു ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ നമുക്ക് അതിന് സെപ്പറേറ്റ് ടീമുണ്ട്. അതെ. ഒരു ഫ്രാഞ്ചൈസിക്ക് എത്ര ഇൻവെസ്റ്റ്മെന്റ് വരും എന്ന് പറയാൻ പറ്റുമോ? ഏകദേശം അത് ഡിപ്പെൻസ് ആണ്. നമുക്ക് റെന്റ് വളരെ ഒരു ഇതാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു സിനാരിയോ അറിയാലോ, പിന്നെ വാറും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എല്ലാത്തിനും പ്രൈസ് ഭയങ്കരമായിട്ട്. അപ്പൊ ഞാനൊരു ഫിഗർ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അതിൽ നിൽക്കണം എന്നില്ല. അപ്പോൾ എന്നാലും അത് ഭയങ്കര വലിയ ഇതല്ല. എന്നാലും കാരണം ഈ 3 മോഡൽ ഉള്ളത് കൊണ്ട് നമുക്ക് താല്പര്യം ഉള്ള ആളുകൾക്ക് അവരുടെ ഒരു കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കതിനെ ചെയ്യാൻ പറ്റും. ഒരു ആദ്യഘട്ടം എന്നുള്ള നിലയിൽ എവിടേക്കാണ് ആദ്യം അങ്ങനെ ഫ്രാഞ്ചൈസി കൊടുക്കുകയാണെങ്കിൽ നോക്കുക? നമ്മള് പിന്നെ മലബാർ റീജിയൻ ആണ് ആദ്യം നോക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഗ്രൗണ്ട് ആദ്യം സെറ്റ് ചെയ്യുക, അതിനുശേഷം ബാക്കി സ്ഥലങ്ങളിലേക്ക് വരാമെന്നാണ് വിചാരിക്കുന്നത്. തൃശ്ശൂര്, എറണാകുളമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളുടെ കോഴിക്കോട്, അതുപോലെ മലപ്പുറം, പെരിന്തൽമണ്ണ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലെവലില് ബാക്കിയുള്ള സിറ്റി, എറണാകുളം പോലത്തെ സിറ്റികളോട് കൂടെ നോക്കാന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ പ്രവാസികളുടെ ഒരു ഇഷ്ട ബ്രാൻഡാണ് നെല്ലാറ. പക്ഷെ അത് കേരളത്തിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ കിട്ടാത്ത എന്തുകൊണ്ടാ? ഇവിടെ നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളൊന്നും അധികം കണ്ടിട്ടില്ല. അതെ, നമ്മുടെ തുടങ്ങിയത് ദുബായിൽ നിന്നായതുകൊണ്ട് പിന്നെ നമ്മൾ ആദ്യ ഘട്ടം തന്നെ GCC രാജ്യങ്ങളിലോട്ടുള്ള എക്സ്പാൻഷനാണ് പ്രയോറിറ്റി കൊടുത്തത്. അപ്പൊ അത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. ഇനി പിന്നെ ഫാക്ടറി നമുക്ക് ഇവിടെ ഉണ്ട്. എടപ്പാൾ ഫാക്ടറി ഉണ്ട്, കോയമ്പത്തൂർ ഫാക്ടറി ഉണ്ട്. 2 സ്ഥലത്ത് ഫാക്ടറി ഉണ്ട്. എടപ്പാളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2007. പിന്നെ അതിന്റെ എക്സ്പാൻഷൻ ആയിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് 2 years ആയിട്ട് നമുക്ക് കോയമ്പത്തൂരിലേക്ക് അവിടെ ലോഞ്ച് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇനി കേരള മാർക്കറ്റ് നോക്കണം. സമയം ആയതേ ഉള്ളൂ. കേരളത്തിൽ ഇപ്പൊ പ്രൊഡക്ട്സ് ലഭ്യമായിട്ടുണ്ട് എവിടെയെങ്കിലും? ഉണ്ട്, കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കേരളത്തില് മോഡേൺ ട്രേഡ് മാർക്കറ്റുകളിലൊക്കെ ആയി തുടങ്ങി മലബാർ റീജിയണിൽ. അതെ, ഇനി ബാക്കി കുറച്ചും കൂടെ പിന്നെ ഔട്ട്ലെറ്റ്സുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. നമുക്ക് ടീമുണ്ട്, മാനേജേഴ്സും സൂപ്പർവൈസർ ടീം ലീഡേഴ്സും ഒക്കെ ആയിട്ട് ടീമുണ്ട്. അപ്പൊ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. താമസിയാതെ തന്നെ പ്രസൻസ് ആയി വരും തന്നെയാണ് വിചാരിക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഒരു തലമുറയ്ക്ക്. പക്ഷെ ഇപ്പൊ പുതിയ തലമുറകളാണല്ലോ. അപ്പൊ അവരെയും കൂടി നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് പ്രൊഡക്ട്സിന്റെ ഇന്നോവേഷനിലോ അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിയിലോ അതെന്താ നമ്മൾ ചെയ്യുന്നത്? അതെ, അതിലിപ്പോ ഈ പുതിയ തലമുറ നമ്മുടെ ഒരു ട്രഡീഷണൽ ഫുഡിൽ നിന്ന് മാറി എന്താ പറയാ ഒരു മിക്സ് ആയിട്ടുള്ള ഫുഡുകളാണ് ഇപ്പൊ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മന്തി, ബിരിയാണി, കപ്സ, റൈസ്, അങ്ങനെയൊക്കെയുള്ള കുറെ സംഗതികളാണ്. അപ്പൊ അതിൽ നമ്മൾ കുറെ ഇന്നോവേഷൻസ് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മള് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് സമയമില്ല പെട്ടെന്ന്. പിന്നെ കാരണം ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന ഒരു സ്ഥിതിയാണല്ലോ ഇപ്പൊ കൂടുതലും അങ്ങനെയാണ്. അപ്പൊ നാട്ടിലാണെങ്കിലും അങ്ങനെയാണ്. അപ്പൊ അതിനൊക്കെ പറ്റുന്ന രൂപത്തിലുള്ള ചില ഇന്നോവേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് വൈകാതെ തന്നെ വരും. നമ്മുടെ ഒരു R&D എത്രത്തോളം ഇതിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്? R&D ടീം വളരെ സ്ട്രോങ് ആണ്. സജീവമായിട്ട് തന്നെ അവർ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിങ്ങനെയാ ഒരു
ട്രെൻഡ് അനുസരിച്ച് പോകുന്ന രീതിയിലാണോ, അതോ നമ്മൾ തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ, ഇത്ര സാധനങ്ങൾ ഈ സമയത്തിനുള്ളിൽ നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റണം, അങ്ങനെ ഒരു ഇതുണ്ടോ? അത് നമ്മൾ ട്രേഡ് മാർക്കറ്റിംഗ് ടീമിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന സജഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാറ്റഗറി അല്ലെങ്കിൽ പുതിയ ഐറ്റം ലോഞ്ച് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഒരു ഡിസ്കഷനൊക്കെ ഉണ്ടാവുക. വൺസ് നമ്മളത് ഫൈനലൈസ് ചെയ്ത് നമ്മൾ ഇന്നത് ഇറക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ R&D ഡിപ്പാർട്ട്മെന്റ് അതിൽ സജീവമായിട്ട് അതിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. പിന്നെ അതിൽ നമ്മളെ സെയിൽസിലെ ടീമിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് റാൻഡംലി സെയിൽസിലെ പിള്ളേരും കൂടെ ഉൾപ്പെടുത്തി അവരെ കൊണ്ടും കൂടെ ടേസ്റ്റ് ചെയ്യിപ്പിച്ച്, കാരണം അവർ വിൽക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് ആദ്യം അവരറിയണമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. കാരണം അവർക്കൊരു കോൺഫിഡന്റ് കിട്ടണം. അവർ കോൺഫിഡന്റ് ആണെങ്കിലാണ് അവരുടെ പ്രൊഡക്റ്റ് അവർക്ക് ധൈര്യമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ R&D ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പൊ RF കമ്പനിയെ സംബന്ധിച്ച് ഇപ്പൊ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ബിസിനസ് ആണ്. അപ്പൊ ഒരു കാര്യങ്ങൾ നടപ്പാകാനായിട്ട് ഈസി ആണോ അതോ ബുദ്ധിമുട്ട് ആണ്? മീൻസ് ഫാദറിന്റെ അടുത്ത് നിന്ന് സമ്മതം വേണ്ടി വരും, അത് തൊട്ട് ഇപ്പൊ താങ്കൾ വരെയുള്ള കുറെ അധികം പേരിലൂടെ കടന്നു പോകേണ്ടി വരത്തില്ലേ? അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇല്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. അതിനൊരു സിസ്റ്റം ഉണ്ടോ? ഇല്ല, ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അതില് പിന്നെ എന്താ പറയാ, ഫാമിലിയിൽ നിന്ന് അങ്ങനെ ഒരു അപ്രൂവൽ അങ്ങനൊന്നും ഇല്ല. നമ്മുടെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ മാർക്കറ്റിൽ പോകുന്നത് സെയിൽസ് ടീമാണ്, മാർക്കറ്റിംഗ് ടീമാണ്. പിന്നെ അവർക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ വേറെ നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്മാരുടെ അപ്രൂവൽ ആവശ്യമുള്ളൂ. അതിലപ്പുറത്തേക്ക് നമ്മുടെ ഫാമിലി അത്തരം കാര്യങ്ങളിലൊന്നും കയറി പിന്നെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല, അങ്ങനെ പറയാറുമില്ല. അല്ല, പൊതുവെ ഫാമിലി ബിസിനസ്സിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കാര്യം പ്രത്യേകിച്ചും പുതുതലമുറ പറയാറുണ്ട്, ഒരു ആശയം പറഞ്ഞാൽ അത് നടപ്പാക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്ന്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. ഇല്ല, നമുക്ക് നമ്മുടെ പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആണ് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. നമുക്ക് ഇന്ന സാധനം വേണം എന്ന് പറയുന്നത്, അത് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരും. R&D ഡിപ്പാർട്ട്മെന്റ് പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യും. അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതിന്റെ ബാക്കി ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം അപ്രൂവ് ചെയ്ത് അങ്ങനെ പോകും. അല്ലാതെ അതില് നമ്മള് ഫാമിലിയൊന്നും അതിനകത്ത് കയറി ഇടപെടുന്നൊരു പിന്നെ ഇതില്ല, അങ്ങനെ ഒരു സംഭവമില്ല. ഇതിനിടയിൽ ഒന്ന് ചോദിക്കട്ടെ, ഈ RF കമ്പനി എന്നുള്ളൊരു ബ്രാൻഡിലേക്ക് നമ്മൾ മാറാനുള്ള ഒരു കാരണം എന്താ? നെല്ലറ എന്നുള്ളതിലാണ് നമ്മൾ അറിയപ്പെടുന്നത്, പക്ഷെ ബ്രാൻഡ് ഗ്രൂപ്പ് നെയിം എന്ന് പറയുന്നത് RF കമ്പനിയാണ് അല്ലേ? RF കമ്പനി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേരാണ്. അതൊരു ഹോൾഡിംഗ് കമ്പനിയാണ്. ആ ഹോൾഡിംഗ് കമ്പനിയുടെ അണ്ടറിലാണ് നമ്മളെ നിരവധി ബ്രാൻഡുകളും പിന്നെ നമ്മുടെ കമ്പനികളും എല്ലാം വരുന്നത്. നമുക്ക് പിന്നെ ഓരോ എമിറേറ്റ്സിലും വ്യത്യസ്ത കൺട്രീസിലും ഒക്കെ നമുക്ക് കമ്പനികളുണ്ട്, പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. അതൊക്കെ ഈ RF കമ്പനി ഹോൾഡിംഗ്സിന് അണ്ടറിലാണ് വരുന്നത്. ആ പേരിന്റെ പിന്നിൽ എന്തായിരുന്നു? ആ പേര് നമുക്ക് ശരിക്കും പറഞ്ഞാൽ RF എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തുടങ്ങിയ ബ്രാൻഡിന്റെ ഷോർട്ട് നെയിമാണ്. റോസ് ഫ്ലവർ എന്നതാണ് നമ്മൾ 86 തുടങ്ങിയ ബ്രാൻഡ്. അപ്പൊ അതിന്റെ ഷോർട്ട് ഫോം ആണ് RF. അപ്പൊ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ഒരു ഫീല് വരാനാണ് RF കമ്പനി. CEO ആയ ശേഷം താങ്കളുടെ അടുത്തൊരു ബിഗ് മൂവ് ആയിരുന്നു നെൽസിന്റെ ലോഞ്ചും അതുപോലെ നെല്ലറയുടെ ഫ്രഷ് പ്രൊഡക്ട്സിന്റെ ഡിവിഷനും അല്ലെ? ഇപ്പോഴത്തെ ഒരു മാറിയ ഒരു ജീവിതശൈലിയിലൊക്കെ ഈ ഒരു വിപണിയുടെ ഒരു സാധ്യത എത്രത്തോളാണ്? നമ്മുടെ ഫ്രഷ് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 2017 നമ്മൾ ടീമായിട്ട് അങ്ങനെ ചെയ്തത്. എൻ്റെ മാമൻ ഷംസുക്ക അതുപോലെ ഉണ്ണിക്ക എല്ലാവരും വളരെയധികം എഫേർട്ട് എടുത്ത് നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് ചെയ്തൊരു വർക്കാണത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെല്ലറ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കിസൈസിൽ, ദുബായിൽ കിസൈസിൽ റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ ആ റെസ്റ്റോറന്റിന്റെ ഒരു ഉൽപ്പന്നമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രഷ് ഡിവിഷൻ. ഞങ്ങൾ ഈ കൂടുതൽ റെസ്റ്റോറന്റുകൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാർജ അതുപോലെ പിന്നെ ബാക്കി 1-2 റെസ്റ്റോറന്റുകൾ, പിന്നെ കറാമ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ അതിനൊരു സെൻട്രൽ കിച്ചൺ തുടങ്ങുന്ന ഒരു താല്പര്യം വന്നു. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് പിന്നെ ചെയ്യാമെന്നൊക്കെ ആ സമയത്ത് ഒരു ആശയം വന്നതാണ്. ഈ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ പല ഗ്രൂപ്പുകളും അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തപ്പോൾ നമുക്കത് നമ്മൾ സൗത്ത് ഇന്ത്യൻ സെഗ്മെന്റിൽ അത് ബുദ്ധിമുട്ടാന്ന് മനസ്സിലായി. അപ്പൊ അത് അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക്
സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പൊറോട്ട ഉണ്ടാക്കാനും ചപ്പാത്തി ഉണ്ടാക്കാനും ദോശ ബാറ്റർ, പിന്നെ അതിനുള്ള ഗ്രൈൻഡറും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇത് സെൻട്രൽ കിച്ചൺ ആണല്ലോ, അത്യാവശ്യം നല്ല നല്ല രീതിയിൽ നമ്മൾ ചെയ്തിരുന്നത് ആ സമയത്ത്. അപ്പോൾ നമുക്ക് തോന്നിയ ഒരു പാക്കിംഗ് മെഷീനും കൂടെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഭംഗിയായിട്ട് പാക്ക് ചെയ്തിട്ട് ഇത് പിന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ എത്തിക്കാം. കാരണം ഓൾറെഡി നമ്മൾ ചിക്കൻ മസാലയും പുട്ടുപൊടിയും ഇതെല്ലാം കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഇതൊരു 3 വെഹിക്കിളും കൂടെ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആ സമയത്ത് ഒരു ആശയം തോന്നി. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളെല്ലാവരും ടീമായിട്ട് ചെയ്തൊരു ഇപ്പൊ അതൊരു ഡിവിഷനായി. ഒരു മോർ ദാൻ 60 വെഹിക്കിൾസ് നമുക്ക് ആ ഒരു ഡിവിഷനിൽ UAE ശരിക്കും പറഞ്ഞാല് നമ്മുടെ സൗദി ബോർഡർ വരെ നമുക്ക് പ്രസൻസ് ഉണ്ട് ഡെയിലി ബേസിസിൽ. അപ്പൊ നെല്ലറയുടെ റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ഭക്ഷണം നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാം. ആ ഒരു കൺസെപ്റ്റും കൂടെ ഉണ്ടല്ലേ ഇതില്. ഇപ്പൊ നമ്മുടെ നാട്ടിലും അങ്ങനെ ആയി വന്നല്ലോ. ചപ്പാത്തി, പൊറോട്ട ഇതൊക്കെ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് മേടിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള, ഫ്രോസൺ അല്ല, ഫ്രഷ് തന്നെയാണ്. അതിനൊരു 1 വീക്ക് ഷെൽഫ് ലൈഫ് ഉണ്ടാവുള്ളൂ. അതെ. പക്ഷെ ആദ്യം ഇത് അവതരിപ്പിക്കുമ്പോ ഒരു എന്താ പറയാ ഒരു ഇതുണ്ടല്ലോ, കാരണം ഇത് സക്സസ് ആവുമോ, കുറച്ചൊരു ട്രയൽ സ്റ്റഡി നടത്തേണ്ടി വന്നോ ഇതിനെ? ഇല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മള് അന്ന് ശരിക്കും പറഞ്ഞാല് എനിക്ക് ഒരു 2.5 മില്യൺ ദിറംസ് സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു കിച്ചൺ നമ്മൾ ചെയ്തത്. അതുകൊണ്ട് ഇനി എന്താ ചെയ്യാനുള്ള ഒന്നുമില്ല, സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുമെന്ന് നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ടൈമാ. അപ്പൊ ആ സമയത്താണ് നമുക്ക് പിന്നെ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, അപ്പൊ ആളാണ് ഈ ഒരു ആശയം പറഞ്ഞത്. പല ബ്രാൻഡുകളും ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൂടെ, എല്ലാ ഫെസിലിറ്റി ഇവിടെ ഉണ്ട്, ഒരു പാക്കിംഗ് മെഷീൻ മേടിക്കേണ്ട ഒരു പണി മാത്രമല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞപ്പോഴാണ് അത് ശരിയാണല്ലോ എന്നുള്ളൊരു ആശയം വന്നേ. അങ്ങനെ ചെയ്തതാണ്. GCC അല്ലാതെ പിന്നെ എവിടേക്കാ നമ്മള് കൂടുതലുള്ളത്? നമ്മള് GCC എല്ലാ കൺട്രീസിലും ഉണ്ട്. പക്ഷെ ഈ ഫ്രഷ് ഡിവിഷൻ നമുക്ക് UAE മാത്രമാണ് ഉള്ളത്. ഇനിയിപ്പോ നമ്മള് നെക്സ്റ്റ് പിന്നെ ബാംഗ്ലൂരും സൗദിയൊക്കെ നമ്മളൊരു പ്ലാനിലുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, സമയമെടുക്കും. പെട്ടെന്ന് അല്ല, അറിയാലോ, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക, പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങാന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതില് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഓൺ ഇൻവെസ്റ്റ്മെന്റിലാണോ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പൊ നടക്കുന്നത്? നമ്മള് അങ്ങനെ പിന്നെ പുറത്തുനിന്ന് ഫണ്ട് മേടിച്ച് ചെയ്യുന്ന പരിപാടികൾ ഇല്ല, ഇതുവരെ ഇല്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തം തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഭാവിയിൽ ഒരു എക്സ്പാൻഷൻ വരുവാണെങ്കിൽ അങ്ങനെ ഒരു ഫണ്ടിങ് അവസരം ഉണ്ടോ? അതോ ഇല്ല, അങ്ങനെ ആവശ്യം വന്നിട്ടില്ല. നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു പോകുന്ന ഒരു രീതി തന്നെയാണ് ഇതുവരെ ഉള്ളത്. എല്ലാം നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതിനാവശ്യമേ ഉള്ളൂ. ഇപ്പൊ എത്ര സ്റ്റോറുകൾ അല്ലെങ്കിൽ എത്ര സൂപ്പർ മാർക്കറ്റ്സിലാണ് നമ്മളിപ്പോ നമ്മുടെ പ്രൊഡക്ട്സ് ഓൾ ഓവർ കൊടുക്കുന്നത്? നമ്മള് UAE നമുക്ക് പ്രസൻസ് വളരെയധികം കൂടുതലായിട്ടുള്ളത്. അവിടെ എല്ലാ മോഡേൺ ട്രേഡ് മാർക്കറ്റുകളും അവൈലബിൾ ആണ്, എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇല്ലാത്തത് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാം. നമ്മൾ എല്ലായിടത്തും പ്രസൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണുള്ളത്, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. ഇനിയിപ്പോ നമ്മൾക്ക് കുറച്ചും കൂടെ അധികം ബ്രാൻഡുകളൊക്കെ നമ്മളെ ഓൺ ബ്രാൻഡുകളും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസി ബ്രാൻഡുകളും കൂടെ നമ്മൾ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. 1-2 ഓൺ ബോർഡ് ആയിട്ടുണ്ട്. മാർക്കറ്റിലെ നിരവധി പ്രൊഡക്ട്സിന്റെ ബഹളം തന്നെയാണ്. അപ്പോ പ്രത്യേകിച്ച് ഇപ്പൊ GCC പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ക്വാളിറ്റിക്ക് ഭയങ്കര ഇതായിരിക്കുമല്ലോ. അതെങ്ങനെയാ നമ്മൾ അഷ്വർ ചെയ്യുന്നത്? ആൾക്കാർ എന്തുകൊണ്ട് നെല്ലറ പ്രൊഡക്ട്സ് തിരഞ്ഞെടുക്കണം? ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ് വളരെ സ്ട്രോങ് ആണ്. നല്ല രീതിയിൽ തന്നെയാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. പിന്നെ ദുബായിനെ പോലത്തെ ഒരു മാർക്കറ്റ്, ദുബായ് മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് നമുക്ക് അവിടെ പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിലും ഒക്കെ. പിന്നെ മുനിസിപ്പാലിറ്റി ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സിൻ്റെ ഒക്കെ ഇതുണ്ടാവും, ഇൻസ്പെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. റാൻഡംലി അവർ വന്ന് ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ദുബായിൽ എല്ലാ ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ദുബായ് മുനിസിപ്പാലിറ്റി സ്റ്റാൻഡേർഡ് അനുസരിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നിർബന്ധമുള്ള കാര്യമാണ്. അതിനകത്ത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമതൊരു കാര്യം, ഒരുപാട് ഇത് ഭയങ്കര കോമ്പറ്റീഷൻ ഫീൽഡാണല്ലോ ഈ ഫുഡ് ഡിവിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫുഡ് കാറ്റഗറി എന്ന് പറഞ്ഞാല് പിന്നെ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ മറ്റുള്ള ബ്രാൻഡുകളായിട്ട് കോമ്പറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ക്വാളിറ്റി കീപ്പ് ചെയ്തേ പറ്റൂ. ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യാറുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഇനി എവിടെയെങ്കിലും കണ്ട എന്തെങ്കിലും കാര്യം നമുക്ക് ഈ ഫുഡില് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിവിഷനായിട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് അവതരിപ്പിക്കാനോ താല്പര്യമുള്ളത് തോന്നിയിട്ടുണ്ടോ? നമ്മൾ യാത്രകളിൽ നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നിങ്ങനെ തോന്നും. അതൊക്കെ ഒരു
അതാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. എനിക്ക് ഞാൻ പലപ്പോഴും ആലോചിക്കും, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, എന്തിനാ ഇതൊക്കെ ആലോചിക്കണമെന്ന് വിചാരിക്കും. അപ്പൊ അന്നേരം തോന്നും, ആലോചിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ അത് ഇങ്ങനെ നോക്കാനും അതിനെപ്പറ്റി പഠിക്കാനും ഒക്കെ സാധിക്കുക. പക്ഷെ അതിനെപ്പറ്റി കുറെ അധികം പഠിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിനായിരിക്കും ചിലപ്പോൾ അതിനെ കൊണ്ട് ഗുണം കിട്ടുക. അപ്പൊ അതുകൊണ്ട് ഞാൻ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മളുടെ ഒരു ഫീൽഡിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തു പോകുന്ന ഒരു രീതി. ഒരുപാട് എക്സ്പാൻഡ് ചെയ്യണം വേണ്ടെന്നല്ല, പക്ഷെ മാക്സിമം നമ്മളതിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഇത് മനസ്സിലുണ്ടോ, ഇനി ഉടനെ കൊണ്ടുവരാനായിട്ട് ആലോചിക്കുന്ന എന്തെങ്കിലും മനസ്സിലുണ്ടോ? എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സസ്പെൻസ് പോകൂലേ. ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതെ, സസ്പെൻസ് ആയിട്ട് തന്നെ വെക്കാണ്. കേരള റൈസ് അതേപോലെ മസാല ആ ഒരു ഇതിലായിരുന്നു നമ്മൾ നിന്നോണ്ടിരുന്നത്. പെട്ടെന്നാണ് മൽഹാറുമായിട്ട് വരുന്നത്. ആ ഒരു നീക്കം എങ്ങനെയാ നടന്നത്? അത് 2014 എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് ആ പേര് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് പറ്റിയ അന്നിങ്ങനെ നോർത്ത് ഇന്ത്യൻ സെഗ്മെന്റിലെ കാറ്റഗറി നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഒരു ഡിസ്കഷനൊക്കെ ഇങ്ങനെ നമ്മൾ മീറ്റിങ്ങിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു പേര് വേണം എന്നിങ്ങനെ ആഗ്രഹിച്ച് നടന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഈ പേര് സജസ്റ്റ് ചെയ്യായിരുന്നു 2014. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് അന്ന് നമുക്കത് ലോഞ്ച് ചെയ്യാൻ പറ്റിയില്ല. ഈ കോവിഡിന്റെ ശേഷമാണ് പിന്നെ നമ്മൾ അതിനെ പറ്റി സീരിയസ് ആയിട്ട് ആലോചിക്കുന്നതും നമ്മൾ ഈ പേര് നല്ല രീതിയിൽ ഒരു ബ്രാൻഡിങ് ലോഗോ ഒക്കെ പിന്നെ ചെയ്ത് നമുക്ക് നല്ലൊരു ഒരു ആളെ നമ്മൾ അതിന്റെ എന്താ പറയാ R&D സംഗതികളൊക്കെ ചെയ്യുന്ന ഒരു ടീമിനെ നമ്മൾ സെറ്റപ്പ് ആക്കി. എന്നിട്ട് കാരണം നമ്മളെ സൗത്ത് ഇന്ത്യൻ പ്രൊഡക്റ്റ് ആയിട്ട് ഒരു ബന്ധം ഇതിലില്ല. ഫുൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയും കൂടിയാണ്. ബോംബെ ബിരിയാണി മസാല, അതുപോലെ ഹൈദരാബാദി ബിരിയാണി മസാല, പിന്നെന്താ കശ്മീരി പുലാവും, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഇപ്പൊ മാർക്കറ്റിൽ നമുക്ക് ഇറക്കാൻ കഴിഞ്ഞു. അതൊരു വളരെ വലിയ സന്തോഷമുണ്ട്. ആ ഒരു ശ്രേണിയിൽ എത്രത്തോളം പ്രൊഡക്ട്സ് ഉണ്ട് നമുക്ക്? അതിലിപ്പോ അധികം ആയിട്ടില്ല. ഇപ്പൊ ഒരു മോർ ദാൻ 10 പ്രോഡക്ട്സ് SKUs ഇപ്പൊ ആയിട്ടുള്ളൂ. അത് ഗ്രാജുവലി നമ്മളത് പിന്നെ നമുക്കതിൽ ഒരുപാട് SKUs ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന് സാധ്യത ഉണ്ട്. അതോടൊപ്പം നോർത്ത് ഇന്ത്യ എന്ന് പറയും, ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ 140 കോടി ജനങ്ങളുണ്ട് എന്നാണ് നമ്മൾ പറയാറുള്ളത്. സൗത്ത് ഇന്ത്യൻ ആളുകൾ വളരെ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അപ്പോ പിന്നെ പാകിസ്ഥാൻ റീജിയൻ, അതുപോലെ അങ്ങനെ വലിയൊരു റീജിയനെ പിന്നെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡും കൂടിയാണത്. അപ്പൊ അതിന് അത്രയും സാധ്യത ഉണ്ട്. പിന്നെ അറബ് കമ്മ്യൂണിറ്റി ഒക്കെ നല്ല രീതിയിൽ നമുക്ക് അവരെയൊക്കെ ടാർഗറ്റ് ചെയ്യാനും കൂടെ കഴിയും. അപ്പൊ അതിനും കൂടെ പറ്റുന്ന ഒരു പേരുമാണ്. ആ പേര് ശരിക്കും ബേസിക്കലി അത് എനിക്ക് തോന്നുന്നു ഒരു പേർഷ്യൻ നെയിമാന്ന് തോന്നുന്നുണ്ട്. പിന്നെ അത് ഉറുദു ഹിന്ദിയിലൊക്കെ ഉണ്ട്. പിന്നെ മേഘ് മൽഹാർ എന്നൊക്കെ പറഞ്ഞൊരു രാഗമുണ്ട് ഹിന്ദുസ്ഥാനി സംഗീതത്തില്. താങ്കൾക്ക് ഈ സംഗീതത്തോട് പ്രത്യേക ഒരു താല്പര്യമുണ്ട്. ഇൻസ്റ്റയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കണ്ടിരുന്നു പാട്ട് പാടുന്നത്. ശരിക്കും ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടല്ലേ? ആ ഒരു ഇതിലേക്ക് വരാനുള്ള കാരണം അത് മീൻസ് കുഞ്ഞിലേ മുതലേ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടോ? അത് ഉമ്മ പാട്ട് പാടും. ഉമ്മ നല്ല രീതിയിൽ പാട്ട് പാടും. അതിനെ പുറത്തൊന്നും പോയിട്ട് പാടൂല, പക്ഷെ വീട്ടില് പിന്നെ ആ ഒരു കഴിവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറെ പാട്ടൊക്കെ കേൾക്കും. അപ്പൊ അതുപോലെ പാടാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ എനിക്ക് തോന്നി ശാസ്ത്രീയ സംഗീതം പഠിച്ചാൽ കുറെ കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നി. അങ്ങനെ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് ട്യൂഷന് പോവാന്നൊക്കെ വീട്ടിൽ കളവ് പറഞ്ഞിട്ട് സംഗീതം പഠിക്കാൻ വേണ്ടി പോകും. വീട്ടില് അങ്ങനെ പാട്ട് പഠിപ്പിക്കുന്നതിനോടൊന്നും അങ്ങനെ താല്പര്യമൊന്നുമില്ല. നമ്മൾ പിന്നെ അങ്ങനെ സ്കൂളിലൊക്കെ എന്താ പറയാ പഠിച്ച് വലിയ ആളാവണം എന്നൊക്കെയാണല്ലോ അന്നൊക്കെ വീട്ടിലൊക്കെ എല്ലാവരും ആഗ്രഹിക്കുക. അപ്പൊ നമ്മള് പാട്ടൊക്കെ പാടി അന്ന് അങ്ങനെ ഒന്നും പിന്നെ വീട്ടിൽ ഉമ്മാക്കൊന്നും അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ശാസ്ത്രീയ സംഗീതം പഠിച്ചു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 2 years പഠിച്ചു.
അതിനുശേഷം പിന്നെ സംഗീതം തുടങ്ങി ഇപ്പം പിന്നീട് ബിസിനസ്സിലേക്ക് വന്ന ശേഷം? പിന്നെ സ്കൂളും പിന്നെ അതുപോലെ കോളേജിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ വളരെ ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടായിരുന്നു. കോളേജ് കഴിഞ്ഞ ശേഷം പിന്നെ എല്ലാം അവസാനിപ്പിച്ചു. പിന്നെ റീസെന്റ് ആയിട്ടാണ് ഈ ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ ഇട്ട് തുടങ്ങിയത്. ഈ കോവിഡിന് ശേഷം അതുവരെ പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റാഫിന് പോലും പലപ്പോഴും അറിയണ്ടായിരുന്നില്ല അങ്ങനെ പാടുന്നൊന്നും. പിന്നെ ഞാനിങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടും ഓഫീസിലൊക്കെ ഇരിക്കുമ്പോ. നമ്മള് ഇത് അങ്ങനെ പഠിച്ചത് കൊണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളെ ഇതിലിങ്ങനെ വരുമല്ലോ. അപ്പൊ നമ്മുടെ സ്റ്റാഫ് ഉണ്ട് വിഷ്ണു. അപ്പൊ ആള് ഇതുപോലെ ഒരു ദിവസം ഒരു പാട്ട് കേട്ടപ്പോ ഞാനൊന്ന് ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ആ വീഡിയോ എടുത്ത് ആദ്യമായിട്ട് എന്നോട് ഒരാളങ്ങനെ ചോദിക്കുക. അപ്പൊ അത് എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഇടും എന്ന് പറഞ്ഞു. ഇട്ടോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇട്ടതാണ്. പിന്നെ അങ്ങനെ കൂടുതൽ പാട്ടുകൾ ആള് തന്നെ എന്നെ കൊണ്ട് പാടിപ്പിച്ചത്. അങ്ങനെ പിന്നെ ഇപ്പൊ പിന്നെ സമയം അങ്ങനെ കിട്ടാറുമില്ല. പാട്ട് പാടണമെങ്കിൽ പഠിക്കണല്ലോ. പഴയ പാട്ടുകളോടാണല്ലേ കൂടുതൽ താല്പര്യം? എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടമാണ്. ഇന്ന പാട്ടൊന്നുമില്ല. ഹിന്ദിയും മലയാളവും പഴയതും പുതിയതും ഒക്കെ ഇഷ്ടമാണ്. അതില് കുറേയധികം റീൽസ് കണ്ടതും പാട്ടാണ്. പ്രൊഡക്ഷൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, റീറ്റെയിൽ ഉണ്ട്, ഡൈനിങ് ഉണ്ട്. ഈ 4 സംഗതികൾ ഒരേ സമയം ഗൾഫിൽ പണിയിലൊക്കെ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമുള്ളൊരു കാര്യമാണ്. അതെങ്ങനെയാ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത്? അത് ഇതിങ്ങനെ നമ്മുടെ ഓരോ ഘട്ടങ്ങളിലായിട്ട് സ്റ്റാർട്ട് ചെയ്തതല്ലേ. നമ്മൾ ആദ്യം പിന്നെ ഓരോടത്തും തുടങ്ങി. പിന്നെ നെക്സ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമ്മൾ വേറൊരു ഇതിനെപ്പറ്റി ആലോചിക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ തുടങ്ങിയ സ്വാഭാവികമായിട്ടും ഡിസ്ട്രിബ്യൂഷൻ വേണം. ഡിസ്ട്രിബ്യൂഷൻ പിന്നെ ഓഫ് കോഴ്സ് നമുക്കുണ്ട്. പിന്നെ നമ്മൾ വേറെ ഇതിലോട്ട് പിന്നെ റെസ്റ്റോറൻറ്റിലോട്ട് നമ്മൾ മാറി. അപ്പോൾ അതിൽ കുറച്ച് ഡെവലപ്മെന്റ്സ് നടന്നു. റെസ്റ്റോറൻറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഫ്രഷ് ഡിവിഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെന്റ് തന്നെയാണ്. പിന്നെ നമ്മൾ കോഫി ഷോപ്പ് നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് പിന്നെ എന്താ പറയാ ചായപ്പൊടി, ടീ പൗഡറും കോഫി പൗഡറും നമുക്ക് അതിന്റെ ഡെവലപ്മെന്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യാൻ കഴിയുന്നത് ആ കോഫി ഷോപ്പിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഇന്നോവേഷനാണ്. അപ്പോ കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത് സത്യത്തില്. അല്ലാതെ നമ്മള് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനം അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാം കണക്റ്റഡ് ആണ് സത്യത്തില്. ഇപ്പൊ ഒരു 5 വർഷം അല്ലെങ്കിൽ 2030 അങ്ങനെ ഒരു കാലയളവ് എടുക്കുവാണെങ്കിൽ നമ്മൾ എവിടെ എത്തണം, അല്ലെങ്കിൽ RF കമ്പനിയുടെ ഒരു ടാർഗറ്റ് എന്തായിരിക്കണം, അങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു ഫ്യൂച്ചർ പ്ലാനിലാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും നമുക്ക് പ്ലാനുകളുണ്ട്. നമുക്ക് പിന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് തന്നെ നമുക്കിപ്പോ ദുബായിലുണ്ട്, അജ്മാനിലുണ്ട്, ഉമ്മുൽഖോയിൻ എന്ന് പറയുന്ന എമിറേറ്റ് ഉണ്ട്, UAE തന്നെ, അവിടെ ഉണ്ട്, അബുദാബി ഉണ്ട്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മൾ ബഹ്റൈനിലും കൂടെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ 2 years ബാക്ക് കോയമ്പത്തൂർ പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ തന്നെ നമുക്ക് എക്സ്പോർട്ടും ഉണ്ട്. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ കർണാടക ഗവൺമെന്റുമായിട്ട് നമ്മളൊരു പ്രൊപ്പോസൽ സബ്മിറ്റ് ചെയ്ത് അത് അപ്രൂവൽ കിട്ടി. അവിടെ നമുക്ക് ലാൻഡ് അലോട്ട് ചെയ്തു ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ് ബാംഗ്ലൂർ. അപ്പോൾ അതിന്റെ വർക്കിന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നെ അതുപോലെ GCCയിൽ ഇപ്പോൾ സിറ്റുവേഷൻ കുറച്ച് മറ്റുള്ള കൺട്രീസ് എല്ലായിടത്തും ഇല്ല, ചില കൺട്രീസ് കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പൊ നിലവിലുണ്ടല്ലോ. അപ്പോ അതുപോലെ സൗദി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഒരു ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് സൗദി. അവിടെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഫ്രഷിന് നല്ല സാധ്യതകളുണ്ട്, ഫ്രഷ് ഡിവിഷൻ. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു റവന്യൂ ടാർഗറ്റ് വെക്കാറുണ്ടോ? അതൊക്കെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് അത് ടാർഗറ്റ് കൊടുക്കും, അത് ഫോളോ അപ്പ് ചെയ്യും. പിന്നെ സെയിൽസ് ഹെഡ് ഉണ്ട്, അപ്പോ അതൊക്കെ അവര് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. താങ്കളൊരു ഫാമിലി ബിസിനസ്സിലാണല്ലോ ഉള്ളത്. അപ്പൊ ഈ പുതുതലമുറ, അതായത് ഫാമിലി ബിസിനസ്സിലേക്ക് കയറാൻ നിൽക്കുന്ന ഒരു തലമുറയുണ്ട് ഇവിടെ ഒരുപാട്. അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? എങ്ങനെയായിരിക്കണം നമ്മളൊരു ഫാമിലി ബിസിനസ്സിനെ സമീപിക്കേണ്ടത്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സത്യസന്ധമായിട്ട് ചെയ്യുക, പിന്നെ ക്ലാരിറ്റി ഉണ്ടാവുക. ഇത് രണ്ടുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ എന്തെങ്കിലും എന്താ പറയാ എവിടെയെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും സ്വപ്നങ്ങൾ വേണം. നമ്മുടെ മുൻ രാഷ്ട്രപതി APJ കലാം സാർ പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ നമുക്ക് വേണം.
പക്ഷെ അതിലെത്താനുള്ള വഴി എന്ന് പറയുന്നത് ട്രാൻസ്പാരന്റ് ആയിരിക്കണം. MA യൂസഫ് അലി സാറും പറയാറുണ്ടല്ലോ, നമ്മൾ ട്രാൻസ്പാരന്റ് ആയിരിക്കണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയാറുണ്ടല്ലോ. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ നമ്മളൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അതിലോട്ട് എത്തിച്ചേരുക എന്നുള്ളതിന് പകരം ഇത്തരം കാര്യങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ അതിലോട്ട് എത്തുക എന്നുള്ളതാണ്. അത് കീപ്പ് ചെയ്ത് എത്താൻ കഴിയും. ഇപ്പൊ താങ്കൾ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ഫാദർ എന്തായിരിക്കും പറഞ്ഞു തന്നിരിക്കുന്നത്, എങ്ങനെ ബിസിനസ്സിനെ സമീപിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വഴി എന്തായിരുന്നു? ഉപ്പാന്റെ ഒരു വഴി എന്ന് പറഞ്ഞാൽ, ഒരാൾക്കും നമ്മൾ ഒരു പൈസ ബാധ്യത ഉണ്ടാവരുത് എന്നുള്ളതാണ്. എപ്പോഴും മൂപ്പർ അതിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് സംസാരത്തിലൊക്കെ എപ്പോഴും അത് പറയാറുണ്ട്. നമ്മൾ ഒരാൾക്കും ഒരു പൈസ കൊടുക്കാൻ ഒരു ബാധ്യത ഉണ്ടാവരുത് എന്നുള്ളൊരു സംഗതി അത് ആളും കീപ്പ് ചെയ്ത് പോരുന്ന ഒരു സംഗതി ഞാൻ ചെറുതാകുമ്പോഴൊക്കെ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണാറുണ്ട്. എനിക്കതാണ് ആദ്യം ഓർമ്മ വരാറ്. ഇങ്ങനൊരു ഫാമിലി ബിസിനസ് ഉണ്ടായിരുന്നത് കൊണ്ട് താങ്കൾ അതിലേക്ക് ഇങ്ങനെ വരുമായിരുന്നു. അത് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട്? അതായത് അതൊരു ബെനിഫിറ്റ് ആയിട്ടാണോ ഫീൽ ചെയ്തത്? ഓഫ് കോഴ്സ് ആയിരിക്കും, കാരണം സക്സസ് ആയതുകൊണ്ട് അങ്ങനെ തന്നെ തോന്നത്തുള്ളൂ. എന്നാലും ആ ഒരു ഫാമിലി ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താ? ഫാമിലി ബിസിനസ്സിലോട്ട് കടന്നു വരുന്നതിന്റെ ഗുണം എന്നൊക്കെ ചോദിച്ചാൽ എന്താ പറയാ, നമുക്ക് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ആദ്യം പ്രൊഫഷണലി എവിടെയെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്ത് ഇതിന് ശേഷം പിന്നെ നമ്മളെ ബിസിനസ്സിലോട്ട് വരികയാണെങ്കിൽ അത് കുറേയും കൂടെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ വന്ന സമയം എന്ന് പറഞ്ഞാല് അങ്ങനെ വലിയൊരു സെറ്റപ്പ് ഒന്നും ആയിട്ടൊന്നും ഇല്ല. വളരെ ചെറിയ താങ്കളും കൂടെ ചേർന്നാണ് സംവിധാനങ്ങളാണെന്ന്. ഞാനും മാമനും പിന്നെ ഉണ്ണിക്കാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പിന്നെ സോഫ്റ്റ്വെയർ, വലിയ സോഫ്റ്റ്വെയർ വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെയുള്ള ഒരു സിസ്റ്റവും കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്ന് ഉദ്ദേശിച്ചത്. വോളിയം സെയിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ അന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രാൻഡും ആയിട്ടില്ല. ബ്രാൻഡും ആയി വരുന്ന അന്ന് റോസ് ഫ്ലോർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിലും അതിങ്ങനെ നമ്മൾ ഈ പറഞ്ഞ മലയാളികളുടെ അഡ്വർടൈസ്മെന്റ് ഒന്നും കൊടുത്തിട്ടുള്ള ഒരു സംഭവം ഒന്നും ആയിരുന്നില്ല. അപ്പോൾ വേറെ ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് പ്രൊഫഷണലി നമ്മളൊന്ന് ട്രെയിൻഡ് ആയിട്ട് ഫാമിലി ബിസിനസ്സിലോട്ട് വരികയാണെങ്കിൽ അത് വ്യക്തിപരമായി നമുക്കും പിന്നെ ആ ബിസിനസ്സിനും ഗുണം ചെയ്യും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നെല്ലറ എന്ന് പറയുമ്പോൾ ഗൾഫ് മലയാളികൾക്ക് ആദ്യം വരുന്ന നല്ല പുട്ടിന്റെ നർമ്മണം എന്നാ പറയുന്നത്. ഈ പുട്ട് വെറൈറ്റിയിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ്? കുറെ വെറൈറ്റി ഓഫ് പുട്ടുണ്ട്. അപ്പൊ അതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെമ്പാ പുട്ടാണ്. പക്ഷെ ആളുകൾക്ക് എപ്പോഴും വൈറ്റ് പുട്ടിനോടാണ് താല്പര്യം കാണാറുള്ളത്. പക്ഷെ ഒരു സമയത്ത് ഈ ചെമ്പാ പുട്ട് ആളുകൾ നല്ല രീതിയിൽ കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ സോഷ്യൽ മീഡിയന്റെ ഈ അതിപ്രസരം വന്നപ്പോ, സോഷ്യൽ മീഡിയ നമ്മളെ പിന്നെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അവിടെ നിന്ന് അങ്ങോട്ടാണ് ഈ ചെമ്പാ പുട്ടിന്റെ ഒരു ഡിമാൻഡ് വളരെയധികം കുറഞ്ഞത്. അപ്പോ പിന്നെ അതിനു മുൻപൊക്കെ ഈ വൈറ്റ് പുട്ടിനോട് ഒപ്പം തന്നെ ചെമ്പാ പുട്ടും നല്ല രീതിയിൽ ആളുകൾ മേടിച്ചിരുന്നു. അപ്പൊ അതിന്റെ വിഷയം ഉണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ആളുകള് കുറെ ബ്ലോഗേഴ്സ് ഈ ചെമ്പാ പുട്ട് എന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയുക, പെയിന്റ് അടിച്ച് വരുന്നതാണ്, അതുപോലെ അങ്ങനെ എന്തൊക്കെയോ മായം എന്നുള്ളതല്ല, പെയിന്റ് തന്നെ പറഞ്ഞു. അങ്ങനത്തെ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആളുകൾ ഇതിനെ പറഞ്ഞു. അങ്ങനെ ഭയങ്കരമായിട്ട് അത് ഭയങ്കര ആളുകൾ ഏറ്റുപിടിച്ചു. അയ്യോ ഇങ്ങനെയൊക്കെയാണെന്നല്ലേ, ഫുഡ് കമ്പനികളെല്ലാവരും അപ്പോ അങ്ങനെയാണല്ലേ എന്നൊക്കെ ഉള്ള ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സോഷ്യൽ മീഡിയന്റെ ആ ഒരു ഇത് വന്നതിന് ശേഷം ഉണ്ടായ സംഭവമാണത്. അപ്പൊ അതിന് ശേഷം ഈ ചെമ്പാ പുട്ട് പൊതുവെ ആളുകൾക്ക് ആർക്കും താല്പര്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ സെയിലിന്റെ ഒരു അത് വെച്ച് നോക്കുമ്പോ, സെയിലിന്റെ ഡാറ്റ ഒക്കെ വെച്ച് നോക്കുമ്പോ, ഇതിന് മുൻപ് നമുക്ക് മുൻപുള്ള സെയിലും ഇപ്പോഴത്തെ സെയിലും വെച്ച് നോക്കുമ്പോ നല്ല വ്യത്യാസമുണ്ട്. അപ്പോ സത്യത്തില് ഇത് പെയിന്റ് ഒന്നല്ല, ഇത് പിന്നെ ചെമ്പാ പുട്ട് ശരിക്കും പറഞ്ഞാല് ഈ ഫൈബർ കണ്ടന്റ് ഭയങ്കരമായിട്ടുള്ള ഒരു പിന്നെ ഫുഡാണ്. വൈറ്റ് പുട്ടിനേക്കാളും നമ്മൾ ശരിക്കും ഈ ചെമ്പാ പുട്ടാണ് കഴിക്കേണ്ടത്. അതിൽ ഫൈബർ കണ്ടന്റ് ഭയങ്കരമായിട്ട് ഉണ്ട്. ഒരു കാർഷിക കുടുംബത്തിൽ നിന്നായതുകൊണ്ട് അതിന്റെ ഒരു ചെറുപ്പത്തിലൊക്കെ അത് കഴിച്ച് ശീലിച്ചിട്ടുണ്ടാവും. അതെ അതെ, എന്റെ വീട്ടിലൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചെറുപ്പകാലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഈ ചെമ്പാ പുട്ടാണ് വീട്ടിലൊക്കെ ഞാനൊക്കെ അതാണ് കഴിച്ച് ശീലിച്ചിരിക്കുന്നത്.
അപ്പോ അങ്ങനെ ഒരു കഥ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ചെമ്പാപുട്ടിന്റെ പുറകില്. നമ്മളൊരു ഫുഡ് ബിസിനസ്സിലായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മളുടെ ബിസിനസ്സിനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ നമുക്ക് ഇതുപോലെ ഇങ്ങനത്തെ മുൻകൂട്ടി കാണാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? അതായത് ചിലർ പറയും മായം ചേർത്താണ്, ഇപ്പൊ മുളക് പൊടിക്കകത്ത് മായമുണ്ട്, അങ്ങനെ പറയുന്ന കേൾക്കാം. പല സാധനങ്ങളും അതെ, ഈ ഫുഡ് പ്രൊഡക്ട്സ് പൊതുവെ അതെ, ഏതെങ്കിലും ഒരു ബ്രാൻഡിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവരെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയാ നമ്മൾ നേരിടുക? നമ്മളെ സംബന്ധിച്ച് പിന്നെ എക്സ്പോർട്ട് ഓറിയന്റഡ് കമ്പനിയാണ് കൂടുതലും. നമ്മൾ അതാണ് ചെയ്യുന്നത്. ഈ ലോക്കൽ മാർക്കറ്റിൽ നമുക്ക് പ്രസൻസ് ഇപ്പോൾ ആയി വരുന്നേ ഉള്ളൂ. അപ്പോ നമുക്കൊരൊറ്റ ഇപ്പോൾ ഒരു ചിക്കൻ മസാല എക്സാമ്പിൾ, നമ്മൾ പ്രൊഡക്ഷൻ എടുക്കുന്നത് എക്സ്പോർട്ട് ചെയ്യാനും ലോക്കൽ മാർക്കറ്റിൽ സെയിൽ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന രൂപത്തിൽ മായം ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. വിദേശ രാജ്യങ്ങളിൽ അറിയാലോ, ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മള് പിന്നെ ഓരോ കൺസൈൻമെന്റും അവർ ചെക്ക് ചെയ്ത് ലാബ് ടെസ്റ്റ് നടത്തിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇത് സെയിൽ ചെയ്യാൻ റെഡി ടു സെയിൽ എന്നുള്ള രീതിയിലേക്ക് അവർ വിടുള്ളൂ. അപ്പോ പിന്നെ അങ്ങനെ മായം ചേർക്കാൻ ചെയ്തുകൊണ്ട് ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. നമ്മളെന്തായാലും ഒരു ദുബായ് ബ്രാൻഡാണ്, നമുക്കതിനെ കുറിച്ച് പറ്റി ഇവിടെ പറയാറുണ്ട് കേരളത്തിലേക്ക് വേണ്ടി വേറെ, എക്സ്പോർട്ട് ചെയ്യാൻ വേറെ, അങ്ങനെ ആൾക്കാര് ഇത് ചെയ്യുന്നുള്ളത്. അങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഒരൊറ്റ പ്രൊഡക്ഷനേ ഉള്ളൂ. ഓരോ കാറ്റഗറിയും നമ്മൾ ഒന്നിച്ചാണ് നമ്മൾ പിന്നെ മാനുഫാക്ചർ ചെയ്യുന്നത്. ദുബായിലോട്ടും പാക്കറ്റ്സ് ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെയും അവിടെയൊക്കെ ഉള്ള പിന്നെ ഇത് വ്യത്യാസമുണ്ടല്ലോ, എന്താ പറയാ, പിന്നെ പാക്കിങ്ങിന്റെ സ്റ്റൈലും ഇതൊക്കെ വ്യത്യാസമുണ്ട്, ഗ്രാമ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. പലരും മായം ചേർക്കുന്നു എന്ന് പറഞ്ഞു. മായം ചേർത്തുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇപ്പൊ നാട്ടിലാണെങ്കിൽ, ഇപ്പൊ നാട്ടിൽ മാത്രമുള്ള ഒരു ബ്രാൻഡ് ആണെങ്കിൽ പോലും മായം ചേർത്തുകൊണ്ട് നമുക്കൊരു ബ്രാൻഡ് പിന്നെ ക്രിയേറ്റ് ചെയ്യാനോ അത് ഡെവലപ്പ് ചെയ്യാനോ കഴിയില്ല. അതാണ് അതിന്റെ വസ്തുത. പിന്നെ ആളുകളെ എന്താ പറയാ, പിന്നെ അങ്ങനെ ആളുകളെ വിഡ്ഢികളാക്കുക എന്ന് പറയുന്നത് നമുക്ക് അത് സാധ്യമല്ല. ആളുകൾ എന്ന് പറയുന്നത് വലിയൊരു ക്രൗഡല്ലേ. പലരും പല പിന്നെ ക്വാളിറ്റി ഉള്ള ആളുകളാണ്, പല രീതിയിൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും, പല പല അറിവുകളുള്ള ആളുകളായിരിക്കും. അപ്പൊ ഇവരനൊക്കെ പറ്റിക്കുക എന്ന് പറഞ്ഞാല്, എനിക്കാണ് എപ്പോഴും ഒരു സംശയം, ഇതിൽ വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരും ഉണ്ടാവുമല്ലോ. ഒരു കമ്പനിയിൽ ആണെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരാളോ രണ്ടാളോ അല്ലല്ലോ. അപ്പൊ അവരെങ്ങനെയാണ് ഇത്രയും കൂട്ടു നിൽക്കുക എന്നുള്ളൊരു ഡൗട്ടാണ് എനിക്ക്. നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെ മോർ ദാൻ 1000 എംപ്ലോയീസ് ഇപ്പോ നമുക്കുണ്ട്, പിന്നെ വിദേശത്തും നാട്ടിലും കൂടി. അപ്പോ അവരൊക്കെ നമ്മളെ എന്താ പറയാ പ്രോഡക്ട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും. ഇപ്പൊ നമ്മൾ അവതരിപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമുക്ക് പിന്നീട് അത് വയബിൾ ആവത്തില്ലെന്നോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച് പിൻവലിച്ചിട്ടുണ്ടോ നമ്മളെ? പ്രോഡക്ട്സ് അങ്ങനെ പിൻവലിച്ചതൊക്കെ ഉണ്ട്. പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് നമ്മള് ഫ്രഷിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫ്രഷ് ഡിവിഷനിൽ നമ്മള് പിന്നെ നമുക്കൊരു കാറ്റഗറി ഉണ്ടായിരുന്നു, ഓട്ട് ദോശ എന്ന് പറഞ്ഞിട്ട്. ഓട്സ് ഇല്ലേ, അതൊരു ഹെൽത്തി പ്രോഡക്റ്റ് ആയിരുന്നു. പിന്നെ അത് ആളുകൾക്ക് ചിലർക്ക് അതൊരു ഹെൽത്തി പ്രൊഡക്റ്റാ 100%. അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് അത് പറ്റും. പക്ഷെ അത് എല്ലാവരും എടുക്കുന്ന ഒരു സാധനമല്ല. അത് മൂവ്മെന്റ് നോക്കി ചിലത് നമുക്ക് പിന്നെ ഫിനാൻസ് കോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ചിലത് നമുക്ക് അങ്ങനെ നമ്മൾ പലതും ഒരു പാഷന്റെ പുറത്ത് ചെയ്യുന്നതായിരിക്കും. പക്ഷെ കോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ പലതും ഒരു ലെവല് വരെ നോക്കും. അത് കഴിഞ്ഞാലും മൂവ് ചെയ്യുന്നില്ലെങ്കിൽ കളയാൻ പറയും, ഒഴിവാക്കാൻ പറയും. അതായത് ലോസിൽ ഒരു പ്രൊഡക്റ്റ് പോവാതിരിക്കാനായിട്ട് നമുക്ക് കമ്പനിയിൽ പ്രത്യേക അതുണ്ട്. അത് നമുക്ക് പിന്നെ ഇപ്പോ കുക്ക്ഡ് ഡൽഹി എന്ന് പറഞ്ഞിട്ട് ഫ്രഷിൽ തന്നെ റേറ്റ് ഉണ്ട്. അത് ഇതുപോലെ ആദ്യഘട്ടങ്ങളിൽ മൂവ്മെന്റ് കുറവായിരുന്നു. പിന്നീട് നമ്മൾ ട്രേഡ് മാർക്കറ്റിംഗ് ടീമിന്റെ ചില പിന്നെ എന്താ പറയാ അവരുടെ ചില ഇടപെടലുകൾ ഒക്കെ വന്നപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് മൂവായി. അത് നമുക്ക് പിന്നെ അതുപോലെ നമ്മൾ പുട്ടുപൊടിയിൽ നമ്മൾ അങ്ങനെ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. കേരളം പുട്ടടിക്കുന്നു അതാണ് നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സാധനം. അതെ. അപ്പൊ അത് നമ്മുടെ ട്രേഡ് മാർക്കറ്റിംഗ് ടീം ചെയ്തതാണ്. അങ്ങനെ ഒരു പിന്നെ ക്യാമ്പയിൻ ചെയ്തു. അത് ഭയങ്കര രസകരമായിട്ട് എല്ലാവരും ഏറ്റെടുത്തു മാർക്കറ്റുകളിലൊക്കെ. നമ്മൾ ഓരോ എമിറേറ്റിലും ഡിഫറെന്റ് ആയിട്ട് ഇപ്പോ ദുബായ് പുട്ടടിക്കുന്നു എന്നാണ് നമ്മൾ ദുബായിലെ ഷോപ്പുകളിലൊക്കെ ബോർഡ് എഴുതി വെച്ചത്. അത് നമ്മള് പിന്നെ ജിദ്ദയിലെ ഷോപ്പുകളിൽ
സൗദിയിൽ ജിദ്ദയിൽ, അപ്പൊ ജിദ്ദ പുട്ടടിക്കുന്നു എന്നാക്കി മാറ്റി. പ്രാദേശികമായി കണക്ട് ചെയ്തു. അതെ, പ്രാദേശികമായിട്ട് കണക്ട് ചെയ്തു. ഷാർജയിൽ നമ്മൾ ചെയ്ത സമയത്ത് അവിടെ ഔട്ട്ലെറ്റുകളിലൊക്കെ നമ്മൾ ഷാർജ പുട്ടടിക്കുന്നു മാറ്റി. അങ്ങനെ അബുദാബിയിൽ അബുദാബി പുട്ടടിക്കുന്നു, ഖത്തറിൽ നമ്മൾ ദോഹ പുട്ടടിക്കുന്നു, അങ്ങനെ ആക്കി മാറ്റിയത്. അത് ഭയങ്കര രസകരമായിട്ട് നമ്മൾ സെയിൽസ് ടീമൊക്കെ അത് ഭയങ്കര രസകരമായിട്ട് ഏറ്റെടുത്തു. ചെറിയൊരു റാപ്പിഡ് ഫയർ പോലത്തെ ഒരു 4 ക്വസ്റ്റ്യൻ. ഫസ്ലുർ റഹ്മാന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള നെല്ലറ പ്രൊഡക്റ്റ്. പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള നമുക്ക് എന്താ പറയാ, കറി പൗഡേഴ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാല് എല്ലാവരും പറയാ ചിക്കൻ മസാല എന്നായിരിക്കും, പക്ഷെ ഞാൻ സാമ്പാർ പൗഡർ എന്നാ പറയാ. കാരണം ഞാൻ പഠിച്ചത് ചെന്നൈയിലും കൂടി ആയതുകൊണ്ട് എനിക്ക് വെജിറ്റേറിയൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സാമ്പാർ പൗഡറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത്. പിന്നെ അത് നേരെ ബ്രേക്ക്ഫാസ്റ്റ് പ്രോഡക്ട്സിലോട്ട് വന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ചെമ്പാ പുട്ടാണ്. പിന്നെ അത് ഫ്രഷ് ഡിവിഷൻ ഉണ്ടല്ലോ, ഫ്രഷിലോട്ട് വന്നാൽ നമുക്ക് ഈ രാഗി ഇടിയപ്പം ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാഗി ഇടിയപ്പം അത് വേറെ ആർക്കും ഇല്ല, എക്സ്ക്ലൂസീവായിട്ട് നെല്ലറയ്ക്ക് മാത്രം ഉള്ളൊരു പ്രൊഡക്റ്റ് ആണത്. ബിസിനസ് ലൈഫിൽ ഏറ്റവും റിസ്ക് എടുത്തൊരു നിമിഷം അതേതായിരുന്നു? ഏറ്റവും റിസ്ക് എടുത്തൊരു നിമിഷം എന്ന് ഓർമ്മയിൽ വരുന്നത്, നമ്മുടെ റെസ്റ്റോറന്റ് 2010 സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്തതിന്റെ ശേഷം നമുക്ക് അത് വല്ലാതെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചിലത് നമുക്ക് അറിയാത്തൊരു ബിസിനസ് ആകുമ്പോൾ നമ്മൾ തലവെക്കാതിരിക്കാൻ നല്ലതെന്ന് തോന്നാറുണ്ട്. അപ്പൊ അന്ന് നമ്മൾ പിന്നെ അങ്ങനെ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങി. പക്ഷെ അത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. 1 ഇയർ സ്ട്രഗിൾ ചെയ്തു. സ്റ്റാഫിന്റെ സാലറി പോലും നമുക്ക് നമ്മളെ ഓഫീസിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് അന്നത്തെ ഓഡിറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, അവിടെ ഒന്ന് ചുമ്മാ പോയി ഇരുന്നൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അറിയാത്ത ബിസിനസ്സാണ് നമ്മള്, പിന്നെ അപ്പൊ ഞാനത് ഇല്ല, നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ആള് പറഞ്ഞു, വെറുതെ ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചോട്. ഞാൻ പറഞ്ഞു, വെറുതെ ഇരിക്കാൻ എന്താ പ്രശ്നം, അതിന് കുഴപ്പമൊന്നുമില്ല, ഇന്ന് വെറുതെ നീ അവിടെ പോയിരിക്കുക എന്ന് പറഞ്ഞു. വെറുതെ ഇരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉച്ച സമയത്തും രാത്രി സമയത്തും കുറച്ച് സമയം, ഒരു 2 hours ഉച്ചക്കും 2 hours നൈറ്റിലും ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യും. അങ്ങനെ സ്പെൻഡ് ചെയ്തപ്പോഴാണ് ഞാൻ കിച്ചണിനകത്ത് ചെറിയൊരു സംവിധാനം കണ്ടു. അങ്ങനെ അവിടെ ഇരുന്നപ്പോഴാണ് എനിക്ക് എന്താണ് ആക്ച്വലി അവിടുത്തെ പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ നമ്മൾ എന്താ പറയാ, പിന്നെ നമ്മുടെ ഓണേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള ഒരാള് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വാല്യൂ തരുമല്ലോ, നമ്മള് സ്റ്റാഫ് ഒരു വാല്യൂ തരുമല്ലോ. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ തീർച്ചയായും സ്റ്റാഫിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റിയത്. പക്ഷെ അതിൽ ഗൈഡൻസ് കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നഷ്ടത്തിലായിരുന്ന സാധനത്തിന് അത് കൊണ്ടുവരാൻ പറ്റി. അതിനെ കൊണ്ട് നമുക്കൊരു ഫ്രഷ് ഡിവിഷൻ എന്ന് പറയുന്ന വലിയൊരു ചേഞ്ച് നമ്മുടെ ഗ്രൂപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പൊ അത് ശരിക്കും ആ സമയത്ത് എടുത്തൊരു എന്താ പറയാ, എനിക്ക് അറിയാത്തൊരു സാധനമാണ്. ഞാൻ അങ്ങനെ പോവില്ല, ഞാൻ ജ്യൂസ് കുടിക്കാൻ പോകും, പൊറോട്ട കഴിക്കാൻ പോകുന്ന ഞാൻ അവരോട് മറുപടി പറഞ്ഞ സമയത്ത്. എന്നാലും അപ്പൊ അങ്ങനെ ഒരു ഇതിന് വലിയൊരു വേറൊരു ഡിവിഷൻ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഒരു പെർഫെക്റ്റ് ലീഡർക്ക് ഉണ്ടാകേണ്ട സിംഗിൾ മോസ്റ്റ് ക്വാളിറ്റി എന്തായിരിക്കും? ഒറ്റ കാര്യം പറയാൻ പറഞ്ഞ ലീഡർക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റി, നമ്മളെ കൂടെ ഉള്ള ആളുകളെ കൂടെ നിർത്താനുള്ളൊരു കപ്പാസിറ്റി, അത് വളരെ വലുതാണ്. നമ്മളെ കൂടെ ഉള്ള നമ്മളിങ്ങനെയൊക്കെ വന്ന്, ഞാനിപ്പോ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും എന്റെ പിന്നിലൊരു ടീം ഉണ്ടല്ലോ. ആ ടീം മോർ ദാൻ 1000s ആളുകളാണ്. അപ്പൊ അവരെ നമ്മളെ കൂടെ നിർത്തി കൊണ്ടുപോവാ എന്ന് പറയുന്നതാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ബിസിനസ്സിൽ ടെൻഷനൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ ചില്ലാവാനായിട്ട് പെട്ടെന്ന് കണ്ടെത്തുന്ന ഒരു മാർഗം എന്താ? ചില്ലാവുക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയാ, ന്യൂസിനോട് ഭയങ്കര താല്പര്യമാണ്. TV ന്യൂസുകൾ കേൾക്കാറുണ്ട്, അതെനിക്കിഷ്ടമാണ്. പിന്നെ എന്താ പറയാ, പിന്നെ പാട്ട് പാടാൻ ഇഷ്ടമാണ്. കേട്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ പാടി ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ കോഫി ഷോപ്പിൽ പോയിട്ട്, ഏതെങ്കിലും കോഫി ഷോപ്പിൽ പോയിട്ട് കോഫിയൊക്കെ പറഞ്ഞിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴത്തെ ഈ സമയത്തെ നമുക്കിപ്പോ ബിസിനസ്സിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ സ്വന്തം ബിസിനസ്സിലല്ല, ഈ ഒരു കാലഘട്ടത്തിൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ
നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം, ഒരു വെല്ലുവിളി, ഒരു ചാലഞ്ച് എന്തായിരിക്കും? നമ്മളുടെ ബിസിനസ് മെജോറിറ്റി കിടക്കുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഇപ്പോഴത്തെ ഒരു റീജിയണൽ പൊളിറ്റിക്സിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് തന്നെയാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് എന്ന് പറയുന്നത്. ഈ ഒരു പ്രതിസന്ധി നമ്മളെയൊക്കെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? നമ്മുടെയൊക്കെ ബിസിനസ്സിൽ എത്രത്തോളം അത് അഫക്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നിലവിലെ? നമുക്ക് പ്രോഡക്ട്സ് വരാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യാണല്ലോ. അപ്പൊ അതവിടെ റിസീവ് ചെയ്യാനൊക്കെ ഉള്ള ടൈം ഡിലേ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഒരുപാട് ദിവസങ്ങൾ എടുക്കുന്നത്. മറ്റൊന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇപ്പൊ ഒരു 8 to 10 days കൊണ്ട് നമുക്ക് ഒരു ഷിപ്പ് അവിടെ ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ് കിട്ടും. അത് നമുക്കിപ്പോ 45 to 60 days ഒക്കെ ചിലത് കുറച്ച് കുറയും. പക്ഷെ ഒരു ആവറേജ് നോക്കിയാൽ കഴിഞ്ഞാൽ മോർ ദാൻ 45 എടുക്കുന്നുണ്ട് ആവറേജ് നോക്കിയാൽ. അത് നമ്മുടെ ബിസിനസ്സിൽ എത്ര പെർസെന്റേജോളം ബാധിച്ചിട്ടുണ്ടാവും? നല്ല രീതി, കാരണം എല്ലാ ഷിപ്മെന്റും അങ്ങനല്ലേ വരുന്നത്, നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇതിപ്പോ ഒരു കണ്ടിന്യൂ ആണെങ്കിൽ, ഈ സിറ്റുവേഷൻ കുറച്ചും കൂടി കണ്ടിന്യൂ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ നമ്മൾ എങ്ങനെയായിരിക്കും മറികടക്കുക? ഈ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. സാധിക്കില്ല. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ എന്താ പറയാ, അത് ലോകം മൊത്തം സ്ട്രഗിൾ ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തും. അതായത് ആരെങ്കിലും ഒരാൾക്ക് മാത്രം ഒരു ഡാമേജ് ഉണ്ടാവുകയും ബാക്കിയുള്ളവർക്ക് പ്രശ്നമില്ലാതിരിക്കുന്ന സിറ്റുവേഷൻ അല്ല ഇതിലുണ്ടാവുന്നത്. നമ്മള് ഇന്ത്യക്കാരുൾപ്പെടെ എല്ലാം വേൾഡ് മൊത്തം പ്രതിസന്ധിയിൽ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക അങ്ങനെ മുന്നോട്ട് പോയാൽ. പക്ഷെ അങ്ങനെ പോകാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. ഇപ്പൊ US-ലേക്ക് നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് പോകുന്നുണ്ടോ? അതെ അതെ. അപ്പൊ ഈ ടാരിഫ് ഒക്കെ വരുമ്പോഴേക്കും അത് എന്തിനെന്നില്ല, ഓരോ സമയത്താണല്ലോ അത് വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഫുഡ് പ്രൊഡക്ട്സിലേക്ക് അത് ബാധിക്കുമോ? അങ്ങനത്തെ ഒരു ആശങ്കയുണ്ടോ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയില്? അതെ, ആ സമയത്ത് നമുക്ക് UAE മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് മെയ്ഡ് ഇൻ UAE എന്ന് പറഞ്ഞിട്ട് ആണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് ആ സമയത്ത് കിട്ടി. ഇന്ത്യൻ പ്രൊഡക്റ്റുകൾക്കായിരുന്നല്ലോ ആ സമയത്ത്. നമ്മളെ പ്രൊഡക്റ്റ് മെയ്ഡ് ഇൻ UAE ആയിരുന്നു. നമുക്ക് രണ്ടും ഉണ്ട്. ചില സാധനങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യും, ചില കാറ്റഗറി നമ്മൾ അവിടെ ചെയ്യും. അപ്പോ ആ സമയത്ത് നമുക്ക് അതും കൂടെ അവിടെ ചെയ്യേണ്ടതായിട്ട് വന്നു, അത്രേ ഉള്ളൂ. നമുക്ക് അവിടെ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് പ്രശ്നമല്ല. ഇത്രയധികം നേരം നമുക്കൊപ്പം ചെലവഴിച്ചതിന് വളരെ നന്ദി. നെല്ലറയുടെ പ്രൊഡക്റ്റുകൾ ഇനി മലയാളികൾക്കും സുലഭമായി ലഭിക്കട്ടെ. വളരെ നന്ദി. താങ്ക് യു.